ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തനും രക്ഷപ്പെട്ടിട്ടുള്ള കേസല്ല. മിക്ക ഹോസ്പിറ്റലുകളിലും പോയി ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. രോഗം പല ദിവസങ്ങളായി പൊട്ടി പഴുത്ത് വല്ലാതായിരിക്കുകയായിരുന്നു. ശവക്കുഴിയുടെ വക്കത്ത് നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ ഇടുക്കി ജില്ലയിലെ മേരികുളം സ്വദേശിയാണ്. ഞാൻ KSRTC ഡ്രൈവറും കൂടാണ്. എനിക്ക് 2 ആഴ്ച കാലമായിട്ട് അതിശക്തമായ വയറ്റ് വേദനയായി. അത് ഹൈറേഞ്ചിലുള്ള മിക്ക ഹോസ്പിറ്റലുകളിലും പോയി ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. രോഗം ഞാൻ മേരിക്കുളം ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ജോർജ് മോഹൻ ജോസഫ് സാറ് അദ്ദേഹം എൻ്റെ കേസ് എടുക്കുകയും വളരെ ഭംഗിയായി തന്നെ ഓപ്പറേറ്റ് ചെയ്ത് പല ദിവസങ്ങളായി പൊട്ടി പഴുത്ത് വല്ലാതായിരിക്കുകയായിരുന്നു. വീണ്ടും ചെക്കപ്പിന് വന്നു കഴിഞ്ഞപ്പം കുടലിന് പഴുപ്പായി കുടൽ മുറിച്ച് മാറ്റി. തമ്പുരാൻ്റെ ഉറവുകൊണ്ട് എൻ്റെ മുമ്പിൽ കാണപ്പെടുന്നതായ ഒരു ദൈവം ഉണ്ടായെങ്കിൽ അത് ജോർജ് മോഹൻ സാറാണ്. ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെ ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. ഇപ്പോഴാണ് ആഹാരം കഴിക്കാൻ തുടങ്ങി. ഇന്നാണ് 2-3 ദിവസത്തിനിടയിൽ ഇവിടെ നിന്ന് ഡിസ്ചാർജായി പോകാമെന്നാണ് സാറ് പറഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തനും രക്ഷപ്പെട്ടിട്ടുള്ള കേസല്ല അപ്പൻഡിക്സ് പൊട്ടുക എന്നുള്ളത്. പൊട്ടി ഉണങ്ങി 2 കുടലും ഒന്നായി പോയായിരുന്നു. ശവക്കുഴിയുടെ വക്കത്ത് നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനോടും ജോർജ് മോഹൻ സാറിനോടും ഏറ്റവും നന്ദിയുള്ളവരായിരിക്കും. ഈ ലോകത്തിലുള്ള ജനങ്ങളിത് കാണണമെന്ന് വയ്യാത്തവരല്ല ഈ ഹോസ്പിറ്റലിൽ വരണമെന്നുമാണ് ഞാൻ പറയുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ജോർജ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി, മേരിക്യൂൺസ് മിഷൻ ഹോസ്പിറ്റൽ, കാഞ്ഞിരപ്പള്ളി. പ്രസ്തുത രോഗി ജോൺ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ OPയിലേക്ക് വളരെ ഗുരുതരാവസ്ഥയിലാണ് കടന്നു വന്നത്. ഏകദേശം 1.5 ആഴ്ചയോളമായി വയറുവേദനയും അതികലിശലായിട്ടുള്ള ഛർദിയും പനിയും ഒക്കെ ആയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. പരിശോധനയിൽ ഈ രോഗിയുടെ ശരീരത്തിൽ കാര്യമായി അണുബാധ ബാധിച്ചിട്ടുണ്ടെന്നും അത് വയറിനകത്തു നിന്നുള്ള ഒരു ഇൻഫെക്ഷനാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. കൂടുതലായിട്ടുള്ള പരിശോധനയിൽ അത് അദ്ദേഹത്തിൻ്റെ വയറിൽ അപ്പൻഡിക്സ് പൊട്ടി പഴുപ്പ് വയറിനകത്ത് മുഴുവൻ ബാധിച്ചിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതിനെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഉടനടിയുള്ള ശസ്ത്രക്രിയ മാത്രമാണ് അതിനുള്ള വഴി. വയറിനകത്തുള്ള പഴുപ്പും ബാക്കിയുള്ള പ്രശ്നങ്ങളുമെല്ലാം എടുത്തു മാറ്റണം. ഉടനെ തന്നെ ആളുടെ BP എല്ലാം നോക്കിയപ്പോൾ BP ഒക്കെ വളരെ താന്നിരിക്കുകയായിരുന്നു. ആളുടെ ബോധം മറയുന്ന സ്ഥിതിയിലായിരുന്നു. ആളങ്ങോട്ടേക്ക് സെപ്സിസിൽ പോകാമെന്ന് പറയും. അതായത് അണുബാധ കണ്ടമാനം കൂടിയിട്ട് അത് നമ്മുടെ കിഡ്നീനെയും ഹൃദയത്തിനെയും തലച്ചോറിനെയും ഒക്കെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് അത് സെപ്സിസ് എന്ന് പറയുന്നത്. ആ ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ എമർജൻസി ആയിട്ട് സർജറിക്ക് കയറ്റുകയും വയറിനകത്ത് നോക്കുമ്പോൾ അപ്പൻഡിക്സ് മുഴുവനായും പൊട്ടി അത് വയറിനകത്ത് മുഴുവനും പഴുപ്പ് ബാധിച്ചിരിക്കുകയായിരുന്നു. അതുകൂടാതെ തന്നെ ഈ പൊട്ടിയ ശേഷം ഈ ചെറുകുടലിൻ്റെ കുറച്ച് ഭാഗവും ഈ പഴുപ്പ് വ്യാപിച്ചിട്ട് അതിലേക്കുള്ള രക്തയോട്ടം നശിച്ച് അത് കറുത്തുപോയി. അതായത് രക്തയോട്ടം നശിച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കാരണമാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം അണുബാധയും എല്ലാം ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ ആ അണുബാധ വന്ന് ആ നശിച്ചു പോയ ചെറുകുടലും ആ അപ്പൻഡിക്സും എല്ലാം നീക്കം ചെയ്ത് നല്ല ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വളരെ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. സർജറിക്ക് ശേഷം ഇപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നിന്നൊക്കെ നന്നായിട്ട് പോയി പൂർണ്ണ ആരോഗ്യവാനായി 1-2 ദിവസത്തിനുള്ളിൽ ആളെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാം എന്ന പ്ലാനിലാണ് ഇരിക്കുന്നത്. താങ്ക് യു.